ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കണം. അത് നാവ് കൊണ്ടും കൽബ് കൊണ്ടും ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഈ അർത്ഥം ആലോചിച്ചുകൊണ്ട് 1000 വട്ടം ദിവസം ചൊല്ലുക. എന്താ ചൊല്ലിയുള്ള ഗുണം? നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം ഉണ്ടാവും. എന്താ ഇപ്പോ ദുആക്ക് ഉത്തരം ഇല്ലാത്ത കാരണം? നമ്മൾ ദിക്ർ ചൊല്ലണില്ല. അല്ലാഹ് എന്തേ പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലുക. ദിക്റൻ കസീറ, അധികരിച്ച് ദിക്ർ ചൊല്ലുക. വിശുദ്ധ ഖുർആൻ. നമ്മൾ ആരെങ്കിലും ദിക്റല്ലേണ്ട അല്ല, നിസ്കാരത്തിന് ശേഷം 10 വട്ടം ദിക്ർ. പിന്നെ എപ്പോഴാ ചെല്ലല്? സുഹൃത്തുക്കൾ, കഴിവിന്റെ പരമാവധി ആരോടും പറയണ്ട. കയ്യിൽ ചെറിയ ഒരു തസ്ബീഹിമാല വാങ്ങുക. എവിടുന്നപ്പോ തസ്ബീഹിമാല കിട്ടുക? മമ്പൂർത്തോയ കിട്ടും. ഇഷ്ടംപോലെ തസ്ബീഹ്. ഒരു ചെറിയ തസ്ബീഹിമാല വാങ്ങുക, അത് കീശിയിൽ വെക്കുക. എന്നാ എന്താ ചെയ്യാ? നമുക്ക് ഇങ്ങനെ മറിക്ക. എന്താ ചെയ്യാ? 1000 വട്ടം. ആ ഉസ്താദ് പറഞ്ഞ 1000 ചെയ്യാ, അരമണിക്കൂർ. നിങ്ങൾ എന്നും 1 അരമണിക്കൂർ ദിക്ർ. അള്ളാഹുലേക്ക് അടുക്കും. അള്ളാഹ് നമ്മളെ ഇബാദത്ത് സ്വീകരിക്കും. നമ്മളെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. എന്താ ഇപ്പൊ ഉത്തരം ഇല്ലാത്തത്? ഒന്നുമില്ല, ദിക്റില്ല, അള്ളാഹിനെ കൊണ്ട് അടുപ്പില്ല. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുക. ദിക്റൻ കസീറ, അധികരിച്ച് ദിക്ർ ചൊല്ലുക. സുഹൃത്തുക്കൾ, എല്ലാവരും അധികം ദിക്ർ ചൊല്ലണം. ഇതിന് നമ്മൾ ഖബറിന്റെ വീതി എടുക്കണം. ഞങ്ങള് ഖബറിന്റെ വീതി, അതിന്റെ നീളം, അതിന്റെ കുണ്ട്, അവിടെ എന്ത് ചെയ്യാ? ഒറ്റക്ക് പോയി കെടുക്കാനുള്ള ആളുകളാണ് നമ്മള്. ഈ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു ബേജാറുണ്ടാവില്ല. എന്താ കാരണം? ഇനി എത്ര കാലം കഴിയും? നമ്മളിപ്പോഴത്തെ നരച്ച ആളുകൾ എന്ത് ചെയ്യും? ഈ ചെറുപ്പക്കാരായ ആളുകൾ ചിരിച്ചിരി കണ്ട് നമ്മൾ ചിരിക്കാൻ നിൽക്കരുത്. അവര് തമാശ പറഞ്ഞിട്ട് നമ്മൾ തമാശ അറിയാൻ പറ്റൂല. നമ്മൾ പഠിച്ചോനെ പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ ജമാഅത്തിന് പോകൂലേ? ആ ജമാഅത്തിന് പോകുമ്പോ കിളച്ചിട്ട കബറുണ്ടാവും. ഒന്ന് പാളി വെക്കുക. പഠിച്ചോനെ, എനിക്ക് കെടുക്കാനുള്ള സ്ഥലമാണുള്ളത്. ഒന്ന് ആലോചിക്കുക. അപ്പം മനുഷ്യൻ നന്നാവും. കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ദിക്ർ അധികരിപ്പിക്കണം. ഒന്നാമത്തെ ദിക്ർ നാവ് കൊണ്ടും കൽബ് കൊണ്ടും ദിക്റില്ല. രണ്ടാമത്തെ ദിക്ർ നോക്കി, രണ്ടാമത്തെ ദിക്ർ കൽബ് കൊണ്ട് മാത്രം ദിക്റില്ല. അതെങ്ങനെയാ കൽബ് കൊണ്ട് മാത്രം ദിക്റില്ല? അല്ലാഹു ഒരു വട്ടം ചെല്ലുക. അല്ലാഹു ഒരു വട്ടം. സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കുക. ഒരു വട്ടം അല്ലാഹു. ചുണ്ടണ്ട് പൂട്ടുക, നാവ് അടക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അല്ലാഹു നിങ്ങൾ എങ്ങനെ പറഞ്ഞ് അതേ രൂപത്തിൽ ചുണ്ട് പൂട്ടിയിട്ട് ശ്വാസം കൊണ്ട് നിൽക്കുന്നില്ല. അല്ലാഹു അല്ലാഹു. ഞാൻ ഇപ്പൊ ചെല്ലുണ്ട്. ചെല്ലിയൊക്കെ നിങ്ങൾ ചുണ്ട് പൂട്ടിയിട്ട് അല്ലാഹൂന്ന് ശ്വാസം കൊണ്ട് ചെല്ലാൻ കഴിയുന്നില്ല. ചെല്ലാൻ കഴിയുന്നുണ്ട് എന്നല്ല, എളുപ്പത്തിൽ ചെല്ലാൻ കഴിയും. ഒരു ദിവസം ഞമ്മക്കൊരു 15 മിനിറ്റ് കൂടെ ചുണ്ട് പൂട്ടിയിട്ട് രാത്രി ചോറ് വെച്ചിട്ട് സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കൂല ഒറ്റക്ക്. എടുത്തേക്ക് ബാപ്പാന്റെ അടുത്തേക്ക് മക്കള് വരൂല, ആരും വരില്ല. ബാപ്പ എന്ത് ചെയ്യും? കാറ്റ് കൊണ്ട് ഒരു 15 അരമണിക്കൂർ ഇരിക്കൂടെ. ആ ഇരുത്തത്തിൽ എന്ത് ചെയ്യാ? തസ്ബീഹ്മാല എടുക്കുക. എന്ത് ചെയ്യാ? അല്ലാഹു. ഈ തസ്ബീഹ്മാല ഇങ്ങനെ മറിച്ചു കൊടുത്താല് ഇത് എളുപ്പാവും. അല്ലാഹു. വലിയ ഈ ദിക്റിന്റെ പേര് അംഫാസിയായ ദിക്ർ. ശ്വാസം കൊണ്ട് ദിക്റില്ല, ശ്വാസം കൊണ്ട് ദിക്റില്ല. ഈ ദിക്ർ രണ്ടാമത്തെ ഡിഗ്രിയാണ്. ഒന്ന് നാവോണ്ടും കൽബോണ്ടും,
രണ്ട് കൽബോണ്ട് മാത്രം, ശ്വാസം കൊണ്ട് മാത്രം. ഈ ദിക്റിനെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? ഖദ് അജ്മൽ ഉറാഫു ജുല്ലുഹും അലാ അൻ അഫ്ളല ത്വാഅതി ലില്ലാഹിൽ അലാ ഹിഫ്ളൻ ലിഅൻഫാസിൻ യകൂനു ഖുറൂജുഹാ വദ്ഖൂലുഹാ ബില്ലാഹി ഫിൽ മലഇൽ ഖലാ. അദിക്യ എന്ന കിതാബിന്റെ അവസാന ഭാഗം നോക്കിയാൽ കാണാൻ സാധിക്കും. ഖദ് അജ്മഅൽ ഉറാഫു, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കൾ ഒത്തു സമ്മതിച്ചിരിക്കുന്നു. ജുല്ലുഹും, അവരിൽ നിന്ന് മുഖ്യ ആളുകളും ഒത്തു സമ്മതിച്ചിരിക്കുന്നു. അൻ അഫ്ളല ത്വാഅതി ലില്ലാഹിൽ അലാ, ഉയർന്ന സ്ഥാനമുള്ള അല്ലാഹുവിനിക്ക് സൃഷ്ടികൾ ചെയ്യുന്ന പ്രധാന അമല് ഹിഫ്ളുൽ അൻഫാസിൻ, ശ്വാസങ്ങളെ സൂക്ഷിക്കൽ. നമ്മളെ ശ്വാസം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യകൂനു ഖുറൂജുഹാ വദ്ഖൂലുഹാ ബില്ലാഹ്, ശ്വാസം അകത്തേക്ക് കടക്കലും പുറത്തേക്ക് പുറപ്പെടലും ബില്ലാഹ്, അല്ലാഹ് എന്ന വാക്കുകൊണ്ടാവലാണ്. ഫിൽ മലഇ, ആളുകളെ ഇടയിൽ നിന്നും, വൽ ഖല, ആളില്ലാത്ത ഭാഗത്തിൽ നിന്നും. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ചെല്ലാം. ഈ നിൽക്കുന്നൊരു ഷർത്തുണ്ട്. എന്താ ഷർത്ത്? 5 വഖത്ത് നിസ്കാരം ഖളാക്കാൻ പാടില്ല. നിങ്ങൾ ചെല്ലിയോ ഭാഗങ്ങ നിസ്കാരം മറന്നു പോകുക പറ്റൂല. 5 വഖത്ത് നിസ്കാരം ഖളാക്കാൻ പാടില്ല. കഴിവിന്റെ പരമാവധി തഹജ്ജുദ് നിസ്കരിക്കണം. എന്നോട് എന്റെ ഷെയ്ഖ് പറഞ്ഞു, മോനെ 5 വഖത്ത് നിസ്കാരം ഖളാക്കാൻ പാടില്ല, അതിന്റെ പുറമെ എന്നും തഹജ്ജുദ് നിസ്കരിക്കണം കേട്ടോ. ഞാൻ മുമ്പ് വാക്ക് കൊടുത്ത് ഞാൻ നിസ്കരിക്കും, എന്നും തഹജ്ജുദ് നിസ്കരിക്കണം. കഴിവിന്റെ പരമാവധി എന്നും ളുഹാ നിസ്കരിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ തഹജ്ജുദ് കേൾക്കണ്ട, കേൾക്കണ്ട, നിസ്കരിക്കണം. എല്ലാരും നിസ്കരിക്കണം, നമ്മളൊക്കെ നിസ്കരിക്കണം. ചെറുപ്പക്കാരായ ആളുകൾ നിസ്കരിക്കൂല. അവർക്ക് എന്താ, എന്റെ ബാപ്പിയുണ്ട്, ബാപ്പാന്റെ ബാപ്പിയുണ്ട്, അവരൊക്കെ മരിച്ചിട്ട് ഇനിയിപ്പോ ഞാൻ മരിക്കുള്ളൂ കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ ഞാൻ ആരെയാ കാത്തിരിക്കുന്നത്? ബാപ്പി മരിച്ചുപോയി, ഇമ്മയും മരിച്ചുപോയി, ഞാനും മരിച്ചാൽ അഞ്ഞ് മരിച്ചാൽ നമ്മളേനെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാവരും, എൻ്റെ പ്രായക്കാര് പ്രത്യേകിച്ച്, എന്നും തഹജ്ജുദ് നിസ്കരിക്കണം. എന്നും തഹജ്ജുദ് നിസ്കരിക്കണം. നല്ല അലാറം വെക്കുക, ഇശ നിസ്കരിക്കുക, ഭക്ഷണം കഴിക്കുക, തബാറക സൂറത്ത് ഓതുക, ഇദാ വഖഅതി ഓതുക, അലിഫ് ലാം മീം സജദ ഓതുക, ഒരു യാസീൻ ഓതുക, വേഗം കിടന്നുറങ്ങുക. 4:30 എന്ത് ചെയ്യുക? അലാറം വെക്കുക. 4:30 അടയാളം വെക്കുക. 5:30 വാങ്ങുക. 4:30 അടയാളം വെക്കുക, അലാറം വെക്കുക. എന്നാ എന്ത് ചെയ്യുക? സുഖമായി എന്ത് ചെയ്യുക? 4:30 എഴുന്നേറ്റാൽ കുളിക്കണ്ടവർക്ക് പോയി കുളിക്കൊക്കെ ചെയ്ത് സുഖമായി ഒളുണ്ടാക്കി തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ, അള്ളാഹുവേ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം പടച്ചോനെ. ദീർഘായുസ് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യക്കും ഒക്കെ ദീർഘായുസ്സും ആഫിയത്തും ഖൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യണം പടച്ചവനെ. എൻ്റെ മക്കളെ നീ ആലിമീങ്ങളാക്കണം പടച്ചവനെ. അവസാനം ഞാൻ മരിക്കണ സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ചൊല്ലി മരിക്കാൻ എനിക്ക് നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹ് തട്ടൂല. ഈ നിസ്കാരം അള്ളാഹിനെ പേടിച്ച ആളെ നിസ്കരിക്കുള്ളൂ. കാരണം ഞാൻ നിസ്കരിക്കുന്നത് എൻ്റെ ഭാര്യ കാണൂല, എൻ്റെ മക്കള് കാണൂല, എൻ്റെ സുഹൃത്തുക്കൾ കാണൂല, ജ്യേഷ്ഠന്മാര് കാണൂല, ആരും കാണൂല. അള്ളാഹിനെ പേടിച്ചാക്കേ കഴിയുള്ളൂ. പഠിച്ചോനെ,
ഖബറിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ ചിലപ്പോൾ അങ്ങനെ മടി ഒന്നും രാത്രി അലാറം അടിക്കുമ്പോൾ ഓഫാക്കാൻ തോന്നുന്നു. അപ്പൊ ഒന്ന് നോക്കുക, ഖബറിലേക്ക് ഒന്നാണ്ട് ആലോചിച്ചുകൊണ്ട് ആ ഖബറിൽ പോയി കെടുക്കണ്ടേ പടച്ചോനെ, ഒറ്റയ്ക്ക് കെടുക്കണ്ടേ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ താനെ എഴുന്നേൽക്കും. എല്ലാവരോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, എൻ്റെ സ്വന്തം തടിയോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സ്നേഹിതന്മാരോടും എല്ലാവരോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, എല്ലാവരും രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം. എല്ലാവരും നിസ്കരിക്കണം. നമ്മളെ മക്കളോട് കൽപ്പിക്കണം, ഭാര്യമാരോട് പറയണം, തഹജ്ജുദ് നിസ്കരിക്കണം. എല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ച് 2 കഷ്ണോ 3 കഷ്ണോ ഖുർആൻ ഓതണം. എന്നിട്ട് അള്ളാഹുവിനോട് ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ ബർക്കത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തോളി. നമ്മൾ കാര്യമായി ദുആ ചെയ്യേണ്ടത് ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. സുഹൃത്തുക്കൾ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതൻ, മുത്തലഖ് മുജ്തഹിദ്, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുനെ പോലത്തെ പണ്ഡിതൻ. സഹീഹുൽ ബുഖാരി നോക്കിയാൽ കാണാൻ സാധിക്കും അൻ സുഫിയാന. അൻ സുഫിയാന എന്താർത്ഥം? സുഫിയാൻ സൗരിയെ തൊട്ട് എന്ന വലിയ ആലിമ്, വലിയ ഇമാമ്. ആ മഹാൻ പടച്ചോനെപ്പോഴുള്ള ആളാ. ഏത് സമയത്തും അല്ലാഹുമ്മ സല്ലിം, പടച്ചോനെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ, ഏത് സമയത്തും ദുആ ചെയ്യണം. ഏതെങ്കിലും ഒരാൾക്ക് സുഖമില്ല, രോഗാന്ന് കേട്ടാൽ രോഗം കാണാൻ വേണ്ടി പോകും. രോഗം കാണാൻ വേണ്ടി പോയാൽ അയാൾക്ക് സക്കറാത്താണെങ്കിൽ താളിൻ്റെ മാതിരിയാണ്ട് കൊയ്യും. പടച്ചോനെ എനിക്കും ഈ ഒരു അവസ്ഥ എത്തുമല്ലോ പേടിച്ച് കിതാബ് കാണുന്ന. പിന്നെ 15 ദിവസത്തിനൊക്കെ ശരിക്ക് ഭക്ഷണം കഴിക്കൂല, ശരിക്ക് ബോധം ഉണ്ടാവില്ല, ഫത്വ കൊടുക്കൂല. എന്താവട്ടെ, ആ മഹാൻ വഫാത്തായി. 3 ദിവസം കഴിഞ്ഞപ്പോ തന്റെ പ്രധാന ശിഷ്യൻ മഹാനെ സ്വപ്നം കണ്ടു. അപ്പൊ ആ ശിഷ്യൻ ചോദിച്ചു, യബ്ന സയ്യിദ്, എല്ലാരും വാമന പേരാ വിളിക്കല്, യബ്ന സയ്യിദ്, ഇബ്നു സയ്യിദ്, അല്ലാഹ് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? മറുപടി, വാമന പേര് വിളിക്കണ സമയല്ല, ദുനിയാവിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു, വലിയ പേരുണ്ടായിരുന്നു, അതൊന്നും ഇവിടെ കാണില്ല. ഞാൻ രാത്രി പാതിരാക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു, അത് ഇവിടെ കാണുന്നുണ്ട്. എന്നോട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പറയപ്പെട്ടു, ഇബ്നു സയ്യിദ്, നിന്റെ തഹജ്ജുദ് കാരണത്താൽ എനിക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളെ തുറന്നു തരപ്പെട്ടു. ഇബ്നു സയ്യിദ്, നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിൽ കൂടി നീ സ്വർഗത്തിൽ കടന്നോ, നിന്റെ തഹജ്ജുദ് കാരണത്താൽ എന്ന് എന്നോട് പറയപ്പെട്ടു. കണ്ടകള്, തഹജ്ജുദിനെ പോരണ്ട, അന്റെ തഹജ്ജുദ് കാരണത്താൽ നീ എനിക്ക് ഇഷ്ടപ്പെട്ട കവാടത്തിൽ കൂടി സ്വർഗത്തിൽ കടന്നോ എന്ന് എന്നോട് പറയപ്പെട്ടു. സുഹൃത്തുക്കളെ, ഒഴിവാക്കണ്ട. തഹജ്ജുദ് നിസ്കാരം കൊണ്ട് നമ്മൾ വിജയിക്കും, നമ്മൾ രക്ഷപ്പെടും, നമ്മൾ സ്വർഗാവകാശികളാവും, നമ്മൾ ഈമാനോടുകൂടി മരിക്കും. എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണം. എത്ര റക്അത്താ? ചുരുങ്ങിയ 2 റക്അത്ത്. ജമാഅത്ത് സുന്നത്തില്ല. എത്ര നിസ്കാരം? ഒരു ഉറക്കം ഉറങ്ങിയതിന്റെ ശേഷമാണ് അത് നിസ്കാരം. ആ ഉറക്കം മഗ്രിബിന്റെ ശേഷമാണെങ്കിലും ശരി. കിതാബ്, ഫിഖിന്റെ കിതാബ് മറിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, രാത്രിയുള്ള നിസ്കാരം ഒരു ഉറക്കം ഉറങ്ങിയതിന്റെ ശേഷം, ആ ഉറക്ക് മഗ്രിബിന്റെ ശേഷമാണെങ്കിലും ശരി, ഒരു ഉറക്കം ഉറങ്ങിയതിന്റെ ശേഷമുള്ള നിസ്കാരമാണ്. എത്ര നിസ്കരിക്കാം. റക്അത്തിനിക്ക് എണ്ണല്ല. ഷാഫി മദ്ഹബിൽ റക്അത്തിനിക്ക് എണ്ണല്ല, ജമാഅത്ത് സുന്നത്തില്ല. ഇഷ്ടം പോലെ എന്നും പതിവാക്കാൻ പറ്റിയ കണക്ക് പതിവാക്കിയാൽ മതി. ഒരു 4 റക്അത്ത് എന്നും പതിവാക്കുക, എന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് നാമിൽ നോക്കണേ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അതുപോലെ എന്നും വിശുദ്ധ ഖുർആൻ ഓതുക. നിങ്ങളൊക്കെ ഖുർആൻ ഓതലില്ലേ? ഒരു ജ്യൂസ് ഓതുവോ ദിവസം? നിങ്ങൾക്ക് കയ്യിന് അത്ര എന്ത് ചെയ്യുക, ചുരുങ്ങിയതൊരു ജ്യൂസ് എന്നും ഓതുക. ഒരു 30 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ്, അത് എന്നും പതിവാണ്. വിശുദ്ധ ഖുർആൻ നല്ലോണം ഓതാം. സ്ത്രീകളും പുരുഷന്മാരൊക്കെ നല്ലോണം ഖുർആൻ. അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നല്ലോണം സ്വലാത്ത് അല്ലോണം. സ്വലാത്ത് അല്ലല്ലേ അജല്ലേ, നല്ലോണം സ്വലാത്ത് അല്ലോണം. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് ആ അഷ്റഫുൽ ഖൽഖിനെ തൃപ്തിപ്പെടുത്തണം. തങ്ങൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവണം. സ്വലാത്ത് ഇങ്ങൾ നല്ലോണം ചൊല്ലുക. പല ഇനം സ്വലാത്തുണ്ട്. നിങ്ങൾ സാധാരണ ചൊല്ലിന സ്വലാത്ത് അധികരിപ്പിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. അല്ലെങ്കിൽ നാരിയ സ്വലാത്ത്, അല്ല ഇബ്രാഹിമിയ സ്വലാത്ത്, ഏത് സ്വലാത്തും ചൊല്ലാം. കഴിവിൻ്റെ പരമാവധി അധികരിപ്പിക്കണം സ്വലാത്ത്. മൻ സ്വല്ലാ, ഞപ്പം നിർത്തും. മൻ സ്വല്ലാ അലയ്യ ഫീ കുല്ലി യൗമിൻ മിഅത്ത മറ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തൻ മിനൻ നാരി വബറാഅത്തൻ മിനൻ നിഫാഖ് റവാഹു തുർമുദിയ്യു വസഹഹഹു. മൻ സ്വല്ലാ അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ, ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും, മിഅത്ത മറ, 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ, കതബല്ലാഹു, അല്ലാഹ് എഴുതും, ബൈന ഐനൈഹി, അവൻ 2 കണ്ണിൻ്റെ അടിയിൽ നെറ്റത്ത് അല്ലാഹ് എഴുതും, ബറാഅത്തൻ മിനൻ നാർ, നരകത്തിൽ നിന്ന് ഒഴിവിന് അവൻ നരകത്ത് കടക്കൂല, വബറാഅത്തൻ മിനൻ നിഫാഖ്, കപട വിശ്വാസത്തിൽ നിന്ന് ഒഴിവിനെ മുനാഫിഖാവൂല, മുനാഫിഖാവൂല, നരകത്തിൽ കടക്കൂല എന്ന് അവന്റെ നെറ്റത്ത് അല്ലാഹ് എഴുതി വെക്കും. ഇമാ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം തുർമുദി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം തുർമുദി പറയുന്നു, ഹാദാ ഹദീസുൻ സഹീഹ്, ഇത് സ്വഹീഹായ ഹദീസാണ്. സുഹൃത്തുക്കളെ, എന്നും 100 വട്ടം സ്വലാത്തല്ല, എത്ര സമയം പിടിക്കും? 10 മിനിറ്റ് അല്ലേ? പോരെ? 10 മിനിറ്റ് സമയം ചെലവാക്കിയാൽ നരകത്ത് കടക്കൂല, മുനാഫിഖാവൂല. ചെല്ലിക്കു സഹോദരന്മാരെ, നമ്മൾ ദിവസം പത്രം വായിക്കലില്ലേ? എല്ലാ പത്രം വായിക്കൂലേ? എല്ലാ കാണാൻ പാടാക്കണ്ട. എന്ത് ചെയ്യൂ, ഒരു പത്രമൊക്കെ വായിച്ച 1-2 പത്രം വായിച്ചാൽ മതി. ഞാനൊക്കെ ആ വലിയ ഹെഡിങ് മാത്രമേ നോക്കുള്ളൂ. കാരണം ഞമ്മക്ക് എന്തെങ്കിലും ചൊല്ലി പറയണ്ടേ, ഞമ്മക്ക് മരിച്ചോണ്ടേ. അപ്പൊ എന്ത് ചെയ്യാ, അത്യാവശ്യം പത്രം നോക്കണം. ആ അത്യാവശ്യം വലിയ ഹെഡിങ്ങൊക്കെ നോക്കുക, പ്രധാന കാര്യങ്ങൾ നോക്കത്ര. കഴിവിന്റെ പരമാവധി ഞങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക. സ്വലാത്ത് നല്ലോണം സ്വലാത്തിയല്ല, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായ ഇബാദത്താണ്. ഇന്ന കസറത്ത സ്വലാത്തി, ശ്രദ്ധിക്കട്ടോ, ഇന്ന കസറത്ത സ്വലാത്തി അല നബിയിൽ മുഖ്താർ തഖൂമു മഖാമ ശൈഖിൽ മുറബ്ബി. ഇന്ന കസറത്ത സ്വലാത്തി, സ്വലാത്തിനെ അധികരിപ്പിക്കൽ, അല നബിയിൽ മുഖ്താർ, മുഖ്താറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്തിനെ എങ്ങനെ അധികരിപ്പിക്കൽ, തഖൂമു, അത് നിൽക്കും, മഖാമ ശൈഖിൽ മുറബ്ബി, മുറബ്ബിയായ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കും.
മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ, മുരീദന്മാരെ പോറ്റി വളർത്തുന്ന ഷെയ്ഖ്. റബ്ബായുറബ്ബി തർബിയത്തൻ ഫഹുവ മുറബ്ബിൻ, പോറ്റുന്നവൻ, പോറ്റി വളർത്തുന്നവൻ എന്നർത്ഥം. മുറബിയായ ഇന്റെ ഷെയ്ഖ് മുറബിയ നിൽക്കുക. എന്നാൽ ഇന്റെ ഷെയ്ഖ് ഇപ്പൊ മക്കത്താണ്, അല്ല മദീനത്താണ്, അല്ല ഇറാഖിലാണ്, അല്ല അമേരിക്കയിലാണ്. ഞാൻ ഇവിടെ അയ്യേരിച്ചറ. ഈ എൻ്റെ ഞാൻ ഇപ്പൊ ചുളിവില് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. എന്റെ ഷെയ്ഖ് മുറബിയായ ഷെയ്ഖാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടാവും. അങ്ങനത്തെ ഷെയ്ഖിനിക്കാണ് മുറബിയായ ഷെയ്ഖ് എന്ന് പറയുക. സാധാരണ ഒരാൾക്ക് കഴിയൂല. എന്റെ ഷെയ്ഖ് മുറബിയാണെങ്കിൽ ഞാൻ തെറ്റിലേക്ക് പോകുമ്പോ ആ തെറ്റിലേക്ക് പോവല്ലത്തോട്ട് എന്നെ വിലങ്ങാനുള്ള കഴിവ് ആ ഷെയ്ഖിനിക്ക് ഉണ്ടാവും. അങ്ങനത്തെ ഷെയ്ഖിന്റെ സ്ഥാനത്താണ് ആര് ആര് സ്വലാത്തല്ല, സ്വലാത്തിനെ അധികരിപ്പിക്കൽ. ഇന്ന കസറത്ത സ്വലാത്തിനെ അധികരിപ്പിക്കൽ അല നബിയിൽ മുഖ്താർ, മുഖ്താറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കൽ. തഖൂമു, അത് നിൽക്കും, മഖാമ ശൈഖിൽ മുറബ്ബി, മുറബ്ബിയായ ഷെയ്ഖിന്റെ സ്ഥാനത്ത്. അപ്പൊ നിങ്ങൾ ഇഷ്ടം പോലെ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങളെ ഷെയ്ഖാരാവും. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഷെയ്ഖായി മാറും. അഷ്റഫുൽ ഖൽഖ് നമ്മളെ ഷെയ്ഖായ പിന്നെ നമ്മൾ പേച്ചു പോവില്ല. സുഹൃത്തുക്കൾ, കഴിവിന്റെ പരമാവധി സലാത്ത് അധികരിപ്പിക്കണം. ഒരു ദിവസം 1000 വട്ടൊക്കെ സലാത്തിൽ കൂടെ 1000 വട്ടൊക്കെ സലാത്തിലാണ്. കേട്ടോളി. മൻ സ്വല്ലാ അലയ്യ ഫീ കുല്ലി യൗമിൻ അൽഫ മർറ ലം യമുത് ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്ന റവാഹു തുർമുദിയു വസഹഹഹു. മൻ സ്വല്ലാ അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ, ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും, അൽഫ മർറ 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ, ലം യമുത്, അവൻ മരിക്കുകയില്ല, ഹത്താ യറ, അവൻ കാണുന്നത് വരെ, മഖ്അദഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അവൻ കടക്കുന്ന സ്വർഗത്തിനെ അവൻ കാണുന്നത് വരെ മരിക്കൂല. സ്വർഗം കണ്ടിട്ടേ മരിക്കുള്ളൂ. 1000 വട്ടം സ്വലാത്തെല്ലാം എത്ര സമയം പിടിക്കും? ഒരു 3/4 മണിക്കൂർ സമയം പിടിക്കും. ഈ 3/4 മണിക്കൂർ നമ്മൾ ചെലവാക്കിയാൽ കിട്ടാവുന്ന ഗുണം, മരിക്കുമ്പോ സ്വർഗം കണ്ടേ മരിക്കുള്ളൂ. നമ്മളൊക്കെ അന്ന് ഏറ്റവും പേടിക്കുന്ന എന്താ? മരണം. ഇപ്പൊ എല്ലാവരും പേടിക്കുന്നത്. ആ മരണം എങ്ങനാവും? നടാടെ വീട്ടിൽ കൂടുന്ന രാത്രി ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്ര സന്തോഷത്തിലാ അന്ന് രാത്രി. അതേ രൂപത്തിലാവും ഇവൻ മരിക്കണ നേരം. എന്താ കാരണം? ഇവൻ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ടാ മരിക്കുന്നത്. സ്വർഗം കാണുമ്പോ എന്താ ഉണ്ടാവുക? അവന്റെ ഭാര്യമാരെ കാണും, ഹേർലിങ്ങളായ ഭാര്യമാരെ കാണും. കാണുന്ന മാത്രല്ല, ചിലർക്ക് ഇന്ദ്രിയം പുറപ്പെടും. ഞങ്ങളുടെ അടുത്ത് ഒരാൾ മരിച്ചു. അയാൾക്കൊരു 75 അല്ലെങ്കിൽ 74 വയസ്സുണ്ടാവും. ദിവസം 1000 വട്ടം സ്വലാത്ത്, നല്ല ധർമ്മം ചെയ്യും, നല്ല മുത്തഖിയായ മനുഷ്യന്. അയാൾ മരിച്ചു, പെട്ടെന്നാണ് മരിച്ചു. അങ്ങനെ വസ്ത്രം അങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പൊ ഇന്ദ്രിയം, ആ മരിക്കണ നേരത്തെ ഇന്ദ്രിയം പുറപ്പെട്ടു. എന്താ കാരണം? സ്വർഗം കണ്ടു. സ്വർഗം കണ്ടപ്പോഴോ ഭാര്യമാരെ കണ്ടു, ഇന്ദ്രിയം പുറപ്പെട്ടു.
സുഹൃത്തുക്കളെ, ഞമ്മക്ക് വേണ്ടേ ഇങ്ങനത്തെ ഒരവസ്ഥ? ഞമ്മക്ക് വേണ്ടേ വരണം? എന്നാ എന്താ കാട്ടുക? എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. എഴുതി പാടാക്കണോ? ഒന്നും വേണ്ട. 1000 വട്ടം സ്വലാത്ത് ദിവസം ചൊല്ലിയ മതി. 1000 വട്ടം സ്വലാത്തല്ല, 3/4 മണിക്കൂർ. ആക്കത്ത് ചെല്ലുകയാണെങ്കിൽ 1 മണിക്കൂർ. രാവിലെ സുബഹിസ്കരിക്കാൻ പള്ളി പോവില്ലേ? രാവിലെ സുബഹിസ്കരിക്കാൻ പള്ളി പോവില്ല. എല്ലാവരും പള്ളിയിൽ പോകും. സുബഹി നിസ്കരിച്ച് കുറച്ച് ഖുർആൻ ഓതും, കുറച്ച് ദിക്ർ ചൊല്ലും, കുറച്ച് സ്വലാത്ത് ചൊല്ലും. എന്നിട്ട് അടുത്ത കടയിക്ക് പോവില്ലേ? കടയിക്ക് ഒരു പുട്ടും ചായയും കുടിക്കാൻ വേണ്ട. ഞങ്ങളൊക്കെ ഉണ്ട് ഒരു പുട്ടും ചായ. ഒരു പുട്ടും ചായയും കുടിക്കാൻ വേണ്ടി പോകും. എത്ര സമയം പിടിക്കും? പുട്ടും ചായയും കുടിച്ചു വരുമ്പോ 1 മണിക്കൂർ. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ പിടിക്കും. സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാ? 3/4 മണിക്കൂർ എന്ത് ചെയ്യാ ചെലവാക്കിയാൽ 1000 വട്ടം സ്വലാത്തില്ല. സുഹൃത്തുക്കളെ, പള്ളി നിങ്ങളെ ജുമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബർസ്ഥാനല്ലേ? ആ ഖബർസ്ഥാനത്ത് ആരാ കിടക്കുന്നത്? നമ്മളപ്പ, നമ്മളമ്മ, നമ്മളെ എളാപ്പ, മൂത്താപ്പ, വല്യപ്പ ഒക്കെ കിടക്കണേ. ഇനി നമ്മളും പോയി കൊടുക്കും. അപ്പൊ ഞമ്മക്ക് എന്ത് ചെയ്യാം? നന്നായി പോണം. നമ്മൾ മരിക്കുമ്പോ ഈമാനോട് കൂടി ഉറക്കനെ ദിക്ർ ചൊല്ലി അങ്ങോട്ട് മരിക്കണം. സ്വർഗ്ഗം കണ്ട് മരിക്കണം. നമ്മളെ ഭാര്യമാരെ ദുന്യാവുന്നേനെ കണ്ടിട്ട് മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ. ഞാൻ നീട്ടി പറയുന്നില്ല. നിങ്ങളോടൊക്കെ ഞാൻ വസിയത്ത് ചെയ്യുന്നു, കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദിവസം ചെയ്യണം. 1000 വട്ടം ദിക്ർ എന്നും ചൊല്ലണം. 1000 വട്ടം സ്വലാത്ത് എന്നും ചൊല്ലണം. യാസ്തി സമയം പിടിക്കൂല. കഴിവിൻ്റെ പരമാവധി നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് മരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ചൊല്ലി മരിക്കാൻ തൗഫീഖ് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞങ്ങൾക്കൊരു സലാത്ത് പറഞ്ഞാൽ ഞങ്ങൾ ചൊല്ലുമോ? ഞാൻ ഇപ്പം നിർത്തും. കയ്യിൽ വാങ്ങണം. ആയിക്കോട്ടെ. ഒരു ബക്കറ്റ് വരണുണ്ട്. ബക്കറ്റ് എന്നുള്ളത് നമ്മളെ പാരമ്പര്യമാണ്. സഹീഹുൽ ബുഖാരി നോക്കിയാൽ കാണാൻ സാധിക്കും. അഷ്റഫുൽ ഖൽക്ക് വഅള് പറയും. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് വഅള് പറയാൻ വേണ്ടി തങ്ങൾ പോവും. തങ്ങളെ കൂടെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഒപ്പം ഉണ്ടാവും. മൂപ്പര കയ്യിൽ സഞ്ചി ഉണ്ടാവും. ആ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യും? മൂപ്പര കയ്യിൽ സ്വർണത്തിൻ്റെ മാല, സ്വർണത്തിൻ്റെ ചുറ്റ്, സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ എടുത്തു കൊടുക്കും. മൂപ്പര സഞ്ചിയിലിടും. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മളെ പാരമ്പര്യമാണ്. എല്ലാവരും ആ ബക്കറ്റിൽ എല്ലാവരും പൈസ ഇടണമെന്ന് നിങ്ങൾ എല്ലാവരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. എല്ലാവരും അപ്പൊ എന്താ ചെയ്യാ? കൈവിൽ ഞങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞാൽ ചൊല്ലോ. പരിപൂർണ മൂളക്കല്ല സ്വലാത്ത് ചൊല്ലോ. കൈവിന്റെ പരമാവധി എന്നും ചെല്ലണം. കേട്ടോളെ. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. നല്ല സ്വലാത്ത്. ഫോൺ ഉണ്ടെങ്കിൽ പിടിച്ചോളെ. ഫോൺ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കണം. ഞാൻ ഒന്നും കൂടി ചൊല്ലാം. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم.
പിടിച്ചെടുത്തോ ഇപ്പൊ കായിക തിരക്കിലാണ്. അപ്പോ ഞാൻ ഒന്നും കൂടി ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൻ-നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രി അൽ അലീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് ഒരാൾ പതിവാക്കിയാൽ, ഇത്ര വട്ടം എന്ന് കിതാബിൽ പറഞ്ഞിട്ടില്ല, ഈ സ്വലാത്ത് ആരെങ്കിലും പതിവാക്കിയാൽ അവൻ മരിക്കണ സമയത്ത് അവൻ്റെ അടുക്കൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവുന്നതാണ്. അവൻ മരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ അഷ്റഫുൽ ഖൽഖ് ഉണ്ടാവും. അഷ്റഫുൽ ഖൽഖ് നമ്മളെ അടുത്തുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വല്ല പേടി ഉണ്ടാവും? നമ്മളെ അടുത്ത് ഇബ്ലീസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്നാ ഇബ്ലീസിന് തങ്ങളെ രൂപത്തിൽ വരാൻ സാധിക്കുമോ? ഇല്ല. നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കുളിപ്പറയിൽ തങ്ങളുണ്ടാവും. നമ്മളെ മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ മുസ്തഫായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ടാണ് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കൾ, ഈ സ്വലാത്ത് എല്ലാവരും പതിവാക്കുക. ഞാൻ ഒന്നും കൂടി ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൻ-നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രി അൽ അലീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഞാൻ നിർത്താൻ പോവുകയാണ്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി, നിങ്ങളോട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു. ഞാനും നിസ്കരിക്കണം, നിങ്ങളും നിസ്കരിക്കണം. അതിൻ്റെ പുറമെ എന്നും ളുഹ നിസ്കരിക്കണം. നിസ്കരിക്കില്ലേ? ളുഹ നിസ്കരിക്കണോ? എന്നും ളുഹ നിസ്കരിക്കണം. മൻ ദാവമ അലാ സ്വലാത്തി ളുഹ ഗുഫിറത്ത് ദുനൂബുഹു വഇൻ കാനത്ത് അക്സറ മിൻ സബദിൽ ബഹർ. അദ്കാർ നോക്കിയാൽ ഈ ഹദീസ് കാണാൻ സാധിക്കും. മൻ ദാവമ, ആരെങ്കിലും പതിവായാൽ, അലാ സ്വലാത്തി ളുഹ, ളുഹ നിസ്കാരത്തിന്റെ മേൽ പതിവായാൽ, ഗുഫിറത്ത് ദുനൂബുഹു, അവന്റെ ദോഷങ്ങളെ പൊറുക്കപ്പെടും. വഇൻ കാനത്ത്, അവന്റെ ദോഷങ്ങൾ ആണെങ്കിലും ശരി, അക്സറ മിൻ സബദിൽ ബഹർ, സമുദ്രത്തിലുള്ള നൊരപ്പുണ്ടികളെക്കാൾ അധികമുണ്ടെങ്കിലും അവന്റെ ദോഷത്തെ പൊറുക്കപ്പെടും. എന്നും ളുഹ നിസ്കരിക്കുകയാണെങ്കിൽ എന്നും നിസ്കരിക്കണം. നിക്കാഹിൻ്റെ അന്ന് പള്ളിയിൽ വെച്ച് നിക്കാഹ് ഉണ്ടാവുമ്പോൾ നിസ്കരിച്ചാൽ പോരാ, കല്യാണ നിശ്ചയത്തിൽ നിസ്കരിച്ചാൽ പോരാ. എന്നും വീട്ടിൽ നിസ്കരിച്ചോളി, പള്ളി നിസ്കരിച്ചോളി, പറമ്പ് നിസ്കരിച്ചോളി, എന്നും നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിവിൻ്റെ പരമാവധി നിങ്ങളെല്ലാവരും അമൽ ചെയ്യണമെന്ന് നിങ്ങളോട്, എൻ്റെ സ്വന്തം തടിയോടും നിങ്ങളോടും ഞാൻ സഹോദരന്മാരെ, എപ്പോഴാ മരിക്കുക എന്ന് പറയും. ഇപ്പോഴത്തെ മരണങ്ങൾ കേട്ടില്ലേ? പെട്ടെന്ന് മരിക്കുക. നമ്മൾ വാക്സിൻ അടിച്ച ആളുകളൊക്കെ മരിച്ചുകൊണ്ട്, നമ്മൾ കൊറോണ പിടിച്ചപ്പോൾ സൂചി അടിച്ചില്ലേ? ഞാൻ അടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചില്ലാന്ന് അറിയില്ല കേട്ടോ. എന്നോട് പല പ്രാവശ്യം പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും എല്ലാം ആളുകൾ വന്ന് നിങ്ങൾ അടിക്കണം, നിങ്ങൾ 60 വയസ്സായ ആളെ അവസാനത്തെ ഡേറ്റ് ഇന്നാണ്. ഞാൻ ചോദിക്കും, ഇജ്ജടിച്ചിക്കണോ? ആ മുണ്ടൂല, അപ്പം അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിച്ച് വരി, എന്നിട്ട് ഞാൻ അടിച്ചോളാം. തൽക്കാലം പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അങ്ങനെ ഞാൻ തട്ടിവിട്ട്, അപ്പൊ എന്നോട് പറയുന്നത് പേടിപ്പിക്കും, നിങ്ങൾക്ക് ഈ സംസ്ഥാനം വിട്ട് പോകാൻ പറ്റൂല കേട്ടോ, തൽക്കാലം പോകണില്ല. അങ്ങനെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇനി ഹജ്ജിനോ ഉംറക്കോ പോകാൻ കഴിയൂല, നിങ്ങൾ പേടിപ്പിക്കും. എന്താവട്ടെ, ഞാൻ എല്ലായിടത്തും പിന്നെ പോയി.
ഹജ്ജിനും പോയി ഒക്കെ പോയി. എന്താട്ടെ ഞാൻ അടിച്ചില്ല. ഇന്നിപ്പോ പറഞ്ഞ് ആ അടിച്ചോർക്കാണ് യാസ്തി അസുഖം ഉണ്ടാകും. നോക്കി നിങ്ങൾ എന്ത് കടുപ്പാണ് ആള് ചെയ്യുന്നത്. സാധുക്കളായ ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞിക്കാണ്ട് ഓരോ സൂചിയൊക്കെ അടുപ്പിച്ച് അത് അള്ളാഹു നമുക്ക് ഞാൻ പഠിച്ചു പോയില്ലേ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ എപ്പോഴാ മരിക്കാന്നറിയില്ല, എപ്പോഴാ നമ്മൾ എന്താ ചെയ്യുക രോഗം വരികയെന്നറിയില്ല. സുഹൃത്തുക്കൾ നമ്മളെങ്ങനായാലും മരിച്ചു. നമ്മളിഞ്ഞ് 100 വയസ്സ് ജീവിച്ച് 150 വയസ്സ് ജീവിച്ച് അവസാനം മരിക്കുന്ന ഉറപ്പാണ്. അള്ളാഹുവിനോട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക, ഈമാനോട് കൂടി മരിക്കാൻ. ഞങ്ങളോട് പറഞ്ഞ 5 വഖത്ത് നിസ്കാരം ഖളാക്കരുത്. കഴിവിൻ്റെ പരമാവധി ജമാഅത്തോട് കൂടെ നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക. അതുപോലെ തന്നെ എന്നും ളുഹാ നിസ്കരിക്കുക, എന്നും തഹജ്ജുദ് നിസ്കരിക്കുക, എന്നും വിശുദ്ധ ഖുർആൻ ഓതുക, എന്നും ദയ്യ. അതുപോലെ തന്നെ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാം അംഫാസിയായ ദിക്റ് ഇതൊക്കെ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നല്ല ആളുകളായി വരും. അള്ളാഹു നമ്മളെ അവൻ്റെ പരിപൂർണ മുത്തഖീങ്ങൾ ഫായിസീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെല്ലാവരെയും പെടുത്തിത്തരട്ടെ. അവൻ്റെ മുത്തഖീങ്ങൾ ഫായിസീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും പെടുത്തിത്തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവൻ്റെ പിന്നെ സ്വാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും പെടുത്തിത്തരട്ടെ.